ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ബേബി ഷവർ എപ്പിസോഡിന് ഒരുപാട് നല്ല റിവ്യൂസ് കേട്ടു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ കിട്ടി. നല്ല നല്ല പ്രതികരണമായിരുന്നു എല്ലാവരുടെയും കയ്യിൽ നിന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ഡെസേർട്ടാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞ ഒരു 10-15 മിനിറ്റിനപ്പുറം കുക്കിംഗ് ടൈം വരാത്ത ഒരു ഈസി ഡെസേർട്ടാണ്. അതുപോലെ തന്നെ ഒരു ഹൈഫൈ ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ഇത് കണ്ടു നോക്കുക. അവസാനം വരെ ഇതിന്റെ അത് പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈലൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ അതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പാർട്ടിക്കും നിങ്ങൾക്ക് സ്റ്റാർ ആകാം. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റേഷനിലേക്ക് പോവാം. ആദ്യം വേണ്ടിയത് മുട്ട ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്കിതിൻ്റെ ഒരു പകുതി മതി. ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആദ്യം ചെയ്തെടുക്കാം. ബട്ടർ ഇവിടെ 6 ക്യൂബ്സ് നമ്മളിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ 1.5 ടീസ്പൂൺ കട്ടൻ കാപ്പിപ്പൊടി 1/4 ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കട്ടൻ കാപ്പി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് അപ്പോൾ നമ്മൾ കട്ടൻ കാപ്പിയുടെ മിക്സ്ചറിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആൻഡ് ബട്ടർ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ എടുത്ത അളവിൻ്റെ 1/4 ഭാഗം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ കോഫി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 1/2 ഭാഗം ഒഴിക്കാം. ഇനി ഒരു സോസ് പാനിൽ വെള്ളം നിറച്ച് അതിനെ ഒന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ മിക്സ്ചർ ഒരു ഹീറ്റ് പ്രൂഫ് ബൗളിലാക്കി അതിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അതിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കോഫി ബട്ടർ മിക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ മുട്ടയുടെയും വെള്ള സെപ്പറേറ്റ് ആക്കി എടുക്കുക. വെള്ള ഒരു പാത്രത്തിലും മുട്ടയുടെ മഞ്ഞ വേറൊരു പാത്രത്തിലും ആക്കി വെക്കുക. 4 മുട്ടയുടെ മഞ്ഞ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അതിനെ നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുത്തതിരിക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര. നമ്മൾ വിസ്ക് ചെയ്ത് ഈ ഒരു പെയിൽ യെല്ലോ കളർ വരണം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കാം. നമുക്കതിന് സ്റ്റീമിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഇതാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു സോസ് പാൻ വെച്ച് അതിൽ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഹീറ്റ് പ്രൂഫ് ബൗൾ വെച്ച് കൊടുത്തിട്ട്, ഏത് ഹീറ്റ് പ്രൂഫ് ബൗള്, നമ്മുടെ ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സുള്ള ബൗൾ, അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ വെള്ളം ഒന്ന് ചൂടാവുന്നതനുസരിച്ച് നമ്മളുടെ മുട്ടയും ആ ഒരു മിക്സ് നന്നായിട്ട് പതുക്കെ കുക്കായി വരും. അതായത് നമ്മൾ റോ മുട്ടയല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ കുക്ക്ഡ് ആയിട്ടുള്ള മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട വാട്ടിയൊരു പരുവമില്ലേ, അങ്ങനെ ഒരു ഹാഫ് കുക്ക് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
നല്ല തിക്കായിട്ട് കലങ്ങിക്കൊണ്ടിരുന്ന സാധനം പിന്നെ നല്ല ലൂസായിട്ട് നമുക്ക് വരും. അതായത് നമുക്ക് വിസ്ക് ചെയ്യാനൊരു എളുപ്പം ഉണ്ടാവും, കുറച്ചും കൂടെ നമുക്കൊന്ന് സോഫ്റ്റായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഒരു മുട്ടയുടെ ഒരു കൺസിസ്റ്റൻസി അല്ല ഇതിപ്പോൾ. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ശരിക്കും ആ മുട്ട നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഫിയുടെ മിക്സ്ചർ ഇല്ലേ, കോഫി ചോക്ലേറ്റ്, അത് ഇതിനകത്തോടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കുറച്ചും കൂടെ ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ആക്കിക്കോ കേട്ടോ. അതിന് നിങ്ങൾക്ക് എത്രയും ഡാർക്ക് വേണോ അത്രയും ആക്കിക്കൊള്ളുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദ മെയിൻ പാർട്ട് ഓഫ് ആർ ചോക്ലേറ്റ് മൂസ് റെഡിയായി. അപ്പോൾ ഒരു 75% പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയുടെ വെള്ളം അത് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിനെ നല്ല തിക്ക് ആൻഡ് ഫ്രോത്തി ആയിട്ട് വരുത്താം. അപ്പോൾ നമ്മുടെ ആ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോത്തി ആയിട്ടുള്ള എഗ് വൈറ്റിനെ പയ്യെ ഒരു 4 ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് കോഫി ബട്ടർ മിക്സിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതായത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് ഇളക്കരുത്. നമ്മുടെ ആ ഒരു എഗ് വൈറ്റിൻ്റെ ടെക്സ്ചർ നമുക്ക് അതുപോലെ കീപ്പ് ചെയ്യണം. അതിനാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് പതുക്കെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫുൾ എഗ് ഫ്രോത്തി മിക്സ്ചർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിനെ സെർവിങ് ബൗളിലോട്ട്, കുഞ്ഞ് കോപ്പ പോലത്തെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അതിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് സെറ്റാവാൻ മിനിമം 2 മണിക്കൂർ വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് തലേന്ന് ഓവർനൈറ്റ് വേണമെങ്കിലും 2 ദിവസം മുൻപ് വേണമെങ്കിലും ഈ ബേസ് റെഡിയാക്കി വെക്കാവുന്നതാണ്, നിങ്ങൾക്ക് പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇനി നമ്മുടെ മുകളിലിടാനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അത് പ്രത്യേകിച്ച് ഒരു പാടുമില്ല, ഒരു 2 മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ. വിപ്പിംഗ് ക്രീമിൻ്റെ മിൽക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ്. എനിക്ക് അങ്ങനെ അറിയാം. ഇനി ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കാം. നല്ല വിപ്ഡ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ കിട്ടണം. അതായത് ചെറിയ പീക്സ് ഒക്കെ ഫോം ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ നല്ല തിക്കായിട്ട് നമ്മുടെ ഒരു ടെക്സ്ചർ അങ്ങനെ വരണം. ഒഴുക്ക് ആയിട്ട് കിടക്കരുത്, ക്രീം നല്ല സെറ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മളിപ്പം 2 മണിക്കൂർ നമ്മളുടെ മൂസ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും നമുക്ക്. പക്ഷെ ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. ഞാൻ എന്നെ കവർ ചെയ്തിട്ടാണ് വെച്ചത് കേട്ടോ. നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കഴിവതും നിങ്ങൾ ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ 2 ദിവസം മുൻപ് പ്രിപ്പയർ ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ല. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് ചെയ്തുകൊള്ളുക.
വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. നമുക്കിതിനെ കുറച്ച്, നിങ്ങൾക്ക് സ്ട്രോബെറി യൂസ് ചെയ്യാം, ഞാനിവിടെ റാസ്ബെറി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് ഷേവിങ്സും നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കൊരു ക്ലാസിക് ഡെസേർട്ട് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടീസ്, ഗെറ്റ് ടുഗെദേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് കമന്റ്സ് ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് മൂസ് ഞാനൊരു 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും 2 മണിക്കൂറിൽ കൂടുതൽ എത്രയും വെക്കുന്നോ അത്രയും അത് നമുക്ക് സെറ്റായി കിട്ടും. സൂപ്പറാണ്.